കോക്രോച്ച് ജനതാ പാർട്ടി അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെടുത്തുന്നില്ല എന്ന് അതിൻ്റെ വക്താക്കൾ പ്രഖ്യാപിച്ചതായി കാണുന്നു. വളരെ നല്ല തീരുമാനമാണ്. പക്ഷെ അതിന് ചില മറുവശങ്ങളും കൂടിയുണ്ട്. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വെറുമൊരു ഓൺലൈൻ മീമായി ആരംഭിച്ച CJP കോക്രോച്ച് ജനതാ പാർട്ടി ഒരു സറ്റായിക്കൽ രീതിയിൽ ആരംഭിച്ചത് രാഷ്ട്രത്തെ തന്നെ പിടിച്ചുകുലുക്കിയ വലിയൊരു സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു പ്രമുഖനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. അതിലൂടെ ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു ഈ ജൻസികളുടെ CJP എന്ന ബാനറിന് കീഴിലുള്ള ഈ സമര പോരാട്ടം. രാജ്യത്തെ കുത്തക രാഷ്ട്രീയക്കാർക്കൊന്നും ചെയ്യാനോ പറയാനോ കഴിയാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞതും സമരം ചെയ്ത് കാണിച്ചതും വിജയം വരിച്ചതും. അതിലെല്ലാം ഉപരി സാധാരണ നിലയിൽ സമരക്കാർ അക്രമാസക്തരാവുകയും സർക്കാരുകൾ അവയെ നേരിടുകയും ചെയ്യുന്ന പതിവിന് പകരം സമരക്കാർ വളരെ സമാധാനപരമായ സമരം നടത്തുകയും എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ അതിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അവർക്ക് നേരെ. ഇതാണ് അവരെ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എന്ന് കൂടി പറയാം. ഏതായാലും CJP അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലക്ക് രാഷ്ട്രത്തിലെ ഗുരുതരമായ മറ്റു പ്രശ്നങ്ങളിലേക്കും അവർ ശ്രദ്ധ തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതേസമയം ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തി അധികാരത്തിന്റെ പങ്കുപറ്റാനുള്ള ഒരു കുറുക്കു വഴിയായി ഇതിനെ ദുരുപയോഗിക്കാനോ അവർ തയ്യാറല്ല എന്നുകൂടിയാണ് അവരുടെ പ്രഖ്യാപനത്തിന്റെ ചുരുക്കം. ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നിരവധി കടമ്പകളുണ്ട്. അതിന് യഥാർത്ഥ ജനാധിപത്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിരവധി തടസ്സങ്ങളുണ്ട് ഒരു ശരാശരി രാഷ്ട്രീയ പാർട്ടിക്ക്. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഏതെങ്കിലും വ്യക്തികളുടെയോ കുടുംബത്തിന്റെയോ മറ്റ് കുത്തക പ്രസ്ഥാനങ്ങളുടെയോ കീഴിലാണ്. അവരുടെ ചൊൽപ്പടിക്ക് നീങ്ങാനേ അവർക്ക് കഴിയുകയുള്ളൂ. അതേസമയത്ത് യഥാർത്ഥ ജനവികാരത്തെ പ്രകടിപ്പിക്കാനോ പ്രതിഫലിപ്പിക്കാനോ രാജ്യത്തെ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർക്ക് കഴിയുന്നില്ല. അവർക്ക് പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ സ്ഥലത്തേക്കാണ്, ഈ ഗ്യാപ്പിലേക്കാണ്, ഈ ഒഴിവിലേക്കാണ് CJP എന്ന പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവ ശക്തി ഇരച്ചു കയറിയത്. അവർക്ക് മുന്നും പിന്നും നോക്കാനുണ്ടായിരുന്നില്ല. അവർക്ക് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അവർ ഉയർത്തിയ ഒരു ജനകീയ പ്രശ്നം വിദ്യാർത്ഥികളുടെ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടത് അവർ ആ പോയിന്റിൽ ഊന്നിക്കൊണ്ട് അതിനുവേണ്ടി സമരം ചെയ്തപ്പോൾ അവർക്ക് ലക്ഷ്യം നേടാനായി. അതേ സമയത്ത് ഇതേ സമരം, ഇതേ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാജ്യത്ത് ഇതുപോലെ നടത്തി വിജയിപ്പിക്കുക സാധ്യമല്ല. കാരണം അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതാതിൻ്റെതായ ചില മൂക്കുകയറുകളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്. ചിലത് ചില കുടുംബങ്ങളുടെ കയ്യിലാണെങ്കിൽ ചിലത് ചില വ്യക്തികളുടെ കയ്യിലാണ്, മറ്റു ചില അരാഷ്ട്രീയ സംഘടനകളുടെ കീഴിലാണ്. ഇതാണ് അവരുടെ പോരായ്മകൾ. മാത്രമല്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണിയായി കൂട്ടുചേർന്നും വലിയ വലിയ പാർട്ടികൾ ഒറ്റക്കും ചെറിയ പാർട്ടികൾ കൂട്ടായ്മയിലും നിൽക്കുമ്പോൾ കൂട്ടായ്മക്കാരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി താല്പര്യങ്ങളെ പരിരക്ഷിച്ചുകൊണ്ട് വേണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സമരം ചെയ്യാനും ഭരണം നടത്താനും. എന്നിരിക്കെ CJPക്ക് അവർ ക്ലീൻ സ്ലേറ്റ് ആണ്. അവർക്ക് എന്തുമാകാം, എന്തും പറയാം, എന്തും ചെയ്യാം. എന്നാൽ പോലും അവർ എല്ലാം തോന്നിയ പോലെ അല്ല ചെയ്തത്. രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ പൈതൃകമായി ലഭിച്ച അഹിംസയെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ സമരരംഗത്ത് നിലയുറപ്പിച്ചത്. പക്ഷേ ആ സമരരംഗത്ത് അവർ ആത്മാർത്ഥമായും ആർജവത്തോടെയും നിലയുറപ്പിച്ചു എന്നുള്ളതാണ് വിജയം കാണുന്നത് വരെ. അതാണ് അവരുടെ വിജയം. അവർ ഒരിക്കലും അക്രമത്തിലേക്ക് എഴുതിപ്പോയില്ല. അതേസമയത്ത് സർക്കാർ, വിരളി പൂണ്ട സർക്കാർ ഭരണകൂടം അവർക്ക് നേരെയാണ് അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളത് ലോകം കണ്ട കാര്യമാണ്. ഏതായാലും അവർ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവിടെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പരിണമിച്ചാൽ അവർക്ക് പരിമിതികൾ വന്നു ചേരും. ഇപ്പോഴവർക്കുള്ള സ്വാതന്ത്ര്യം പരിമിതപ്പെടും എന്നുള്ളതാണ് വസ്തുത. അതുകൂടി അറിയാവുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയുന്നത്. എന്നാൽ ദീർഘകാലം ഇതുപോലെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി അധികാരങ്ങൾ ഏതുമില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കെടുക്കാതെ ഭാഗമാക്കാതെ അവർക്ക് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവും, എത്ര കാലം ഇങ്ങനെ ജനാധിപത്യ സമ്മർദ്ദ ചേരിയായി തുടരാനാവും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അധികാരം കയ്യിലില്ലാതെ, നിയമനിർമ്മാണ സഭകളിൽ പ്രാതിനിധ്യമില്ലാതെ,
നിയമനിർമ്മാണത്തിൽ പങ്കാളിത്തമില്ലാതെ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാതെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി തുടരാൻ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അന്തരീക്ഷം ഏതായാലും സഹായകമല്ല. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് കാലാനുസൃതമായി സമയാനുസൃതമായി രാഷ്ട്രീയം തീരെ വേണ്ട എന്നോ ഉടനടി രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടണമെന്നോ ഉള്ള തീരുമാനം ഏതായാലും CJPക്ക് ഗുണകരമായിരിക്കില്ല. തീർച്ചയായും ഇപ്പോൾ വേണ്ട എന്നുള്ളത് നല്ലൊരു തീരുമാനമാണ്. പക്ഷെ ഒരിക്കലും വേണ്ട എന്ന തീരുമാനത്തിൽ അവർക്ക് എത്താനാവില്ല. അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും ജീർണിച്ച അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ. അവർ നിലകൊള്ളുന്നത് ഏതൊരു ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയാണോ ആ കാര്യങ്ങളെല്ലാം അവർ വിസ്മൃതിയിൽ ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നിലനിൽപ്പിന്റെയും അധികാരത്തിൽ കയറിക്കൂടുന്നതിന്റെയും കുറുക്കുവഴിയായി, അതിനുള്ളൊരു ഏണിപ്പടിയായി മാത്രമാണ് അവർക്ക് രാഷ്ട്രീയം ഉപയോഗപ്പെടുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ താല്പര്യങ്ങളെ, ജനകീയ താല്പര്യങ്ങളെ, ജനവികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉയരാനാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് നമ്മുടെ ജനകീയ പ്രസ്ഥാനങ്ങൾ, ഇതുപോലെയുള്ള CJP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രസക്തമായി തീരുന്നത്. ലോക ചരിത്രത്തിൽ പലപ്പോഴും അധികാരത്തിന് പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാവാൻ ഭരണകൂടങ്ങൾ നിർബന്ധിതമായിട്ടുണ്ട്. ഇവിടെയും അതാണ് സംഭവിച്ചത്. നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനക്കാനാവില്ല, ഇളക്കാനാവില്ല എന്ന് കരുതിയ കാര്യങ്ങളെയാണ് അവർ താഴെയിട്ടത്, രാഷ്ട്രീയ അധികാരം കയ്യിലില്ലാതെ തന്നെ. ഏതായാലും ഉചിതമായ ഒരു ഘട്ടത്തിൽ CJP തീർച്ചയായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ടതായി വരും. അതുവരെ അവർക്കിങ്ങനെ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സമ്മർദ്ദം ചെലുത്തി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യുവാക്കളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് കൃത്യമായ ഭരണ നിർവഹണം എന്നിവയ്ക്ക് വേണ്ടി ജനകീയ സമ്മർദ്ദ ഗ്രൂപ്പായി തുടരാമെങ്കിലും കാലാകാലത്തേക്ക് അങ്ങനെ തുടരാമെന്ന് അവർ ആഗ്രഹിക്കരുത്. തീർച്ചയായും അവർക്ക് പാർലമെന്ററി ജനാധിപത്യത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ട ബാധ്യത വന്നു ചേരുക തന്നെ ചെയ്യും. അതിന് കൃത്യമായ ഉചിതമായ സന്ദർഭം നോക്കി അവരുടെ പ്രസ്ഥാനത്തിന്റെ ആഭ്യന്തര ജനാധിപത്യം ഉറപ്പുവരുത്തി അതിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്നാണ് നമുക്ക് അതിന്റെ അഭ്യുദയകാംക്ഷി എന്ന നിലക്ക് പറയാനുള്ളത്. രാഷ്ട്രീയം ഇല്ലാതിരിക്കുക എന്നത് അരാഷ്ട്രീയവാദിയാവുക എന്നല്ല അർത്ഥം. രാഷ്ട്രീയത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധനസ്ഥനാകാതെ സ്വതന്ത്രമായ ജനാധിപത്യ സങ്കല്പം പുലർത്തുക, ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ഭരണകൂടങ്ങളും പ്രതിപക്ഷങ്ങളും യഥാവിധി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തുക, അതിനുവേണ്ടിയുള്ള സമ്മർദ്ദ ഗ്രൂപ്പായിരിക്കുക എന്നതും അരാജകത്വമൊന്നുമല്ല. അതും രാഷ്ട്രീയം തന്നെയാണ്. അതും രാഷ്ട്രീയത്തിന്റെ ഒരു നിരീക്ഷണ രീതിയാണത്.